റെപ്രസെൻറ്റിങ് എ സെറ്റ്. ഒരു സെറ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. ഏതൊക്കെ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നാണ് റോസ്റ്റർ ഫോം, അടുത്തത് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. അടുത്തത് in roster form all the elements of a set are listed separated by commas and enclosed within braces. റോസ്റ്റർ ഫോം എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? എല്ലാ എലമെൻസും ലിസ്റ്റ് ചെയ്തേക്കുന്നത് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. അത് കണക്ക് ബ്രേസസിനകത്തായിരിക്കും ആ എലമെൻസിനെ ഇട്ടേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മളൊരു സെറ്റ് എഴുതിയാണല്ലോ, ഇതാണ് ബ്രേസസ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ബ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എലമെൻസിനെ നമ്മൾ എങ്ങനെ ലിസ്റ്റ് ചെയ്യും? കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്പേഴ്സ് ആണ് എലമെൻസ് എന്ന് വിചാരിക്കാൻ, നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? 1 2 3 അങ്ങനെ പോകും. ഇതിനെ എൻക്ലോസ് ചെയ്യണം, ആ ബ്രേസസ് എൻക്ലോസ് ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് നമ്മളൊരു സെറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡഡ് 12നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3. 12നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1, 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 6, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത 4, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത 3, 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത 2, 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാമല്ലോ, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ നമ്പർ സെറ്റ് എല്ലാം പഠിച്ചിരിക്കണമെന്ന്. അപ്പം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സെറ്റ് 1 2 3 എക്സെട്ര. അതിനെയാണ് നമ്മൾ 1 മുതൽ തുടങ്ങുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പം സെറ്റ് 1 2 3 4 5 എക്സെട്ര ആ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ. അതിൽ നിന്ന് 12 നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് മാത്രം അടങ്ങിയ സെറ്റാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് 1 2 3 4 6 12. ബാക്കി 5 കൊണ്ട് പറ്റുമോ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 12 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് പറയൂ. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 12നെ ഇല്ല. 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല 12നെ. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു നമ്പറും പറ്റില്ല. അപ്പോൾ 12 വരെയുള്ള നമ്പേഴ്സ് വെച്ച് 1 മുതൽ 12 വരെയുള്ള നമ്പർ വെച്ച് 12നെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു സെറ്റായി. അതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഇതാണ് റോസ്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. സെറ്റ് 1 2 3 4 6 12 അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അടുത്ത സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെയാണ്? ഇൻ സെറ്റ് ബിൽഡർ ഫോം ഓൾ ദി എലമെന്റ്സ് ഓഫ് എ സെറ്റ് പോസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി. അപ്പം ആ എലമെന്റ്സിനെല്ലാം ഒരു സിംഗിൾ കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. അപ്പം സിംഗിൾ കോമൺ പ്രോപ്പർട്ടി ഉള്ള സെറ്റ്സ് എങ്ങനെയാണ്? A is equal to x such that x എന്താണ്? x എന്ന് പറഞ്ഞാൽ അതിനകത്ത് എലമെന്റ്. സെറ്റ് എക്സ് എന്ന് പറയുന്ന എലമെന്റ് സച്ച് ദാറ്റ് എങ്ങനെയുള്ളതാണ് x is a നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതായത് 1 മുതൽ തുടങ്ങുന്ന ഒരു നമ്പർ ആയിരിക്കണം. നമ്പർ സെറ്റിലെ നാച്ചുറൽ നമ്പർ സെറ്റിനകത്തുള്ള നമ്പർ ആയിരിക്കണം. അതുപോലെ ആൻഡ് 3 less than x less than 10. എന്താണ്? 3 less than x less than 10. 3ക്കും 10നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കണം. ഇവിടെ 3 ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ 3യും കൂടി ഉൾപ്പെട്ടനെ. 10നും ഇപ്പുറത്ത് ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ അതും എന്താണ്? 10നും കൂടി ഉൾപ്പെട്ടേനെ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് 3 ലെസ് ദാനേ ഉള്ളൂ. 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. അപ്പോൾ 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ 3 വരത്തില്ല. അതിനൊക്കെ 10ന് താഴെയുള്ള നമ്പേഴ്സ്, 3ക്ക് മുകളിലുള്ള 10ന് താഴെയുള്ള നമ്പേഴ്സും ആയിരിക്കും ആ സെറ്റിൽ വരുന്നത്. അതിന് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ എങ്ങനെ വരും? ഈ എഴുതിയേക്കുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ എഴുതിയേക്കുന്ന രീതിയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. മറ്റേത് റോസ്റ്റർ ഫോം അഥവാ ടാബുലർ ഫോം. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ അതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് എഴുതിയാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ സിമ്പിളായിട്ട് എഴുതി കാണിച്ചതാണ്. റോസ്റ്റർ ഫോമിൽ സെറ്റ് 3 കഴിഞ്ഞിട്ടുള്ള 4 5 6 7 8 9 10 വരത്തില്ല. അപ്പോൾ അതാണ് റോസ്റ്റർ ഫോമിൽ. ആ സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിലുള്ള സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ ഇങ്ങനെ വരും. ഇനി നമ്മുടെ മൈൻഡിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമുണ്ട് സെറ്റ് എഴുതുമ്പം. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? ഓർഡർ ഡസൻറ്റ് മാറ്റർ. ദാറ്റ് ഈസ് സെറ്റ് 1 2 3 ഈ സെയിം ആസ് സെറ്റ് 3 2 1. 3 2 1ന് ഈക്വൽ ആണ്. കാരണം 1 2 3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ 3 2 1 എന്ന് എഴുതാം, 2 1 3 എന്ന് എഴുതാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എലമെൻറ്റ്സ് മാറി എന്ന് പറഞ്ഞ് എലമെൻറ്റ്സ് അതിൻ്റെ പൊസിഷൻ മാറി എന്ന് പറഞ്ഞ് അതിന് മാറ്റമൊന്നുമില്ല, സെറ്റ് സെയിം ആയിരിക്കും. അടുത്തത് നോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഇരട്ടിക്കുന്ന നമ്പേഴ്സ് ഇരട്ടിച്ചെന്ന് പറഞ്ഞ് അതിനകത്തൊരു മാറ്റവും വരുന്നില്ല. അതായത് 1 2 2 3 എന്ന് പറയുന്നത്
1 2 3ക്ക് ഈക്വൽ ആണ്. ആ 2 വട്ടം 2 എഴുതുന്നതിന് പകരം ഒരു വട്ടം 2 എഴുതിയാൽ മതി. മനസ്സിലായോ? അങ്ങനെയാണ് സെറ്റ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ന് പഠിച്ചത് റെപ്രസെൻറ്റിങ് എ സെറ്റ്. ഒരു സെറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. ആദ്യത്തെ റോസ്റ്റർ ഫോം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഒരു കേളി ബ്രാക്കറ്റ് അഥവാ ബ്രേസസ് ഇട്ട് അതിൽ കോമേഴ്സ് കൊണ്ട് നമ്മളതിനെ തിരിക്കണം. ആ എലമെൻസിനെ അങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ബ്രേസസിനകത്ത് നമ്പേഴ്സിന് ഇടിയാൻ വേണം. അതായത് ഇൻ റോസ്റ്റർ ഫോം ഓൾ ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. ബ്രേസസ് എന്ന് പറയുന്നത് ഈ സിമ്പിളിനെയാണ് ബ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 12നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 to 12 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്. അതിൽ നിന്നും 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പർ ആണ് ഒരു സെറ്റായിട്ട് എഴുതേണ്ടത്. അതായത് സെറ്റ് 1 2 3 4 6 12. അടുത്തത് സെറ്റ് ബിൽഡർ ഫോം എന്താണ്? ഇൻ എ സെറ്റ് ബിൽഡർ ഫോം ഓൾ ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് പോസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി. അപ്പം ഒരു സെറ്റിൽ ഒരു സിംഗിൾ കോമൺ പ്രോപ്പർട്ടി ഉള്ള നമ്പേഴ്സിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള പ്രോപ്പർട്ടിയുള്ള എലമെന്റ്സിനെ ചേർത്താണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് എച്ച് ദാറ്റ് എക്സ് എന്താണ്? അതിൽ എക്സ് എന്താണ്? എക്സ് എച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. 3 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 3ക്കും 10നും ഇടയിലുള്ള ഒരു നമ്പറാണ്. അപ്പോൾ 3ക്കും 10നും ഇടയിൽ എന്തൊക്കെ വരും? റോസ്റ്റർ ഫോമിൽ നമ്മൾ എഴുതിയ 4 5 നേരത്തെ പറഞ്ഞ റോസ്റ്റർ ഫോം കോമായിട്ട് സെറ്റ് എന്ന് പറയുന്ന സിമ്പിളിനകത്ത് ഇടുന്ന ഫോം. അപ്പോൾ അങ്ങനെ എഴുതി എങ്ങനെ എഴുതാൻ പറ്റും? ഈ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയിരിക്കുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റോസ്റ്റർ ഫോമിൽ 3ക്ക് മുകളിലുള്ള ഏതാണ്? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3ക്ക് മുകളിൽ എന്തൊക്കെ വരും? 4 5 6 7 8 9. 10നേക്കാളും താഴെ വരുന്ന നമ്പേഴ്സ് എക്സ് ലെസ് ദാൻ 10, 3 ഗ്രേറ്റർ ദാൻ എക്സ്. അപ്പം 3ക്ക് മുകളിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4 5 6 7 8 9 10ഉം വരും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ലെസ് ദാൻ 10 എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 10ന് താഴെയുള്ള നമ്പറും കൂടെ ആയിരിക്കും. മനസ്സിലായല്ലോ? അടുത്തത് കീപ്പ് ഇൻ മൈൻഡ്. നമ്മൾ മൈൻഡിൽ ഒരു സെറ്റ് എഴുതി എന്തൊക്കെ ഉണ്ടായിരിക്കണം? നമ്മുടെ മൈൻഡിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഓർഡർ ഡസൻറ്റ് മാറ്റർ. നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലെന്ന് പറഞ്ഞ് സെറ്റ് മാറുന്നില്ല. 1 2 3 എന്ന് പറയുന്ന സെറ്റ് നമുക്ക് 3 2 1 എന്ന് എഴുതാം. മനസ്സിലായോ? അത് കണക്ക് 2 1 3 എന്ന് എഴുതാം. സെറ്റിന് നൊട്ടേഷൻ വേണം, കോമാസും വേണം. നോ ഡ്യൂപ്ലിക്കേറ്റ്. സെറ്റിൽ 2 നമ്പർ വന്നെന്ന് പറഞ്ഞ് സെറ്റ് മാറുന്നില്ല. അതിൽ അന്നേരം 2 നമ്പർ എഴുതിക്കൂടാ. ഒറ്റ നമ്പർ വേണം എഴുതാൻ. ഇപ്പോൾ 2 2 വട്ടം വരികയാണെങ്കിൽ 2 ഒരു വട്ടം എഴുതണം. 3 2 വട്ടം വന്നിട്ടുണ്ടെങ്കിൽ 3 ഒരു വട്ടം എഴുതണം. 1 2 വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം എഴുതണം. മനസ്സിലായി? അതാണ് നോ ഡ്യൂപ്ലിക്കേറ്റ്സ്. ഇനി ബാക്കി പാട്ട് അടുത്ത വീഡിയോയിൽ പറയാം.